ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റാഷിദ് അമീൻ. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊടുവള്ളി KSEB ഓഫീസിലാണ്. പേപ്പറിലൊരു ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയുള്ള അസിസ്റ്റൻ്റ് ചെയ്യുകയാണ് പുഷ്പൻ സാറാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനം 10,000 മെഗാവാട്ട് ആയിട്ട് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ കേരള സർക്കാർ ഊർജ്ജ മിഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ ഈ പുരപ്പുറ സോളാർ. ഇപ്പോൾ ഇന്നൊക്കെ ഇവിടെ നമ്മളിപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷനാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ ആയി നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. ഇത് പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളുടെ പുരപ്പുറത്ത് ഉള്ള നമുക്ക് സ്ഥല ലഭ്യത, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പറ്റും. ഇപ്പം 3 KW വരെയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 40% സബ്സിഡിയാണ് ഇപ്പം നൽകുന്നത്. അതുപോലെ തന്നെ 3 KWക്ക് മുകളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് ആദ്യത്തെ 3 KWക്ക് 40%, അതിന് മുകളിലുള്ള ഓരോ KWനും 20% എന്നുള്ള രീതിയിലാണ് സബ്സിഡി കൊടുക്കുന്നത്. ഈ സബ്സിഡീസ് പദ്ധതിയിൽ നിങ്ങൾ വേണ്ടത്, ഇപ്പോൾ ഒരു പോർട്ടലുണ്ട്, ekiran.kseb.in എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാം. അതിന് വേണ്ടത് നമ്മുടെ 13 അക്ക കൺസ്യൂമർ നമ്പർ വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഇലക്ട്രിസിറ്റി ഓഫീസിലാണോ നമ്മൾ ഉള്ളത്, ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നമ്മുടെ ഒരു ഫോൺ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ആ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുള്ള ആ സിമ്മുള്ള ഫോണും നമ്മളുടെ കൈവശം വേണം. അഥവാ ആ ഫോൺ ഇല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശമുള്ള ഫോൺ നമ്പർ അവർ അതിൽ ആഡ് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ 13 അക്ക കൺസ്യൂമർ നമ്പർ കൊടുക്കുക. കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മളത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP ഈ ഫോൺ നമ്പറിലേക്ക് വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പ്രൊസീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് നിങ്ങൾ രജിസ്ട്രേഷൻ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുക. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ളത്, ഒന്ന് മുകളിൽ നിങ്ങളെ സബ്സിഡി സ്കീമാണോ നോൺ സബ്സിഡി ആണോ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ സബ്സിഡി സ്കീം എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം പിന്നെ എത്ര KW ലോഡ്, എത്രയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 ഘടകങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ 1 KWയിൽ നിന്ന് നമുക്ക് ആവറേജ് ലഭിക്കുക 4 യൂണിറ്റ് വൈദ്യുതിയാണ്. എന്ന് പറഞ്ഞാൽ 3 KWയുടെ ഒരു പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 12 യൂണിറ്റ് പെർ ഡേ നമുക്ക് കിട്ടണം. 12 യൂണിറ്റ് പെർ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ നല്ല സൺലൈറ്റൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ 12-ന് മുകളിൽ കിട്ടും. പക്ഷേ നല്ല ക്ലൗഡി സീസൺ, നല്ല ഉള്ള മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു പക്ഷേ താഴോട്ട് പോകാം. ഏതായാലും ആവറേജ് ഒരു 12 യൂണിറ്റ് നമുക്ക് 3 KW ലോഡുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നമ്മുടെ ഇപ്പോഴുള്ള കൺസപ്ഷൻ എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരെ നടത്താം. ഇപ്പോൾ 3 KW ആണെങ്കിൽ അതിന് ഏതാണ്ട് 1,35,000, 1,35,000 അറൗണ്ട് 1,35,000 അടുത്താണ് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റ് സ്ഥാപിക്കാം. ഇനി അതിൽ കുറഞ്ഞ യൂണിറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബാലൻസ് ആയിട്ട് വരുന്ന കറണ്ട് യൂണിറ്റ് എനർജി നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കാം. മാത്രമല്ല നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ പല ഭാഗത്തും കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗ്യാസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു മാസം 1000 രൂപയോളം ഗ്യാസിന് വേണ്ടി ചിലവഴിക്കുന്ന വീടുകാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉൾപ്പെടെയുള്ള ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പണം ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ യൂണിറ്റ് മാത്രം കണക്കാക്കാതെ നമുക്ക് എത്രത്തോളം നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അതോടൊപ്പം തന്നെ നമ്മുടെ പുരപ്പുറത്ത് എത്രത്തോളം നമുക്ക് പ്ലാന്റ് സ്ഥാപിക്കാം, ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പുരപ്പുറത്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറാണ് നമുക്ക് 1 KWക്ക് വേണ്ടിയിട്ട് പറയുന്ന സ്ഥലം, 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു 4 മീറ്റർ സ്ക്വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഒരു പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
നമ്മൾ ആദ്യം ആ വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര KW വേണം എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള KW അതിൽ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ഏത് ജില്ലയാണ് എന്നുള്ളത് കൊടുക്കുക. ആ ജില്ല കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇപ്പോൾ നിങ്ങൾ 3 KW ആണ് സെലക്ട് ചെയ്തെങ്കിൽ ആ കോഴിക്കോട് ജില്ലയിൽ ഈ 3 KW ഉള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി KSEB സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ കമ്പനി നിങ്ങൾക്ക് സ്വയം സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓരോന്നും നിങ്ങളിപ്പം 3 KW ആണ് സെലക്ട് ചെയ്തെങ്കിൽ ആ 3 KWക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് ആവും, അതിൽ സബ്സിഡി എത്ര, അത് കഴിച്ച് എത്ര രൂപ ഈ കമ്പനിക്ക് കൊടുക്കണം, ഈ ഡീറ്റെയിൽസുകളൊക്കെ അത്രയും വരും. അതിനുശേഷം നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മളിത് അവരുടെ ഏതെങ്കിലും ഡെവലപ്പർ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ആ കമ്പനികളുടെ ആളുകൾ നിങ്ങളുടെ നേരിട്ട് വിളിക്കും. അവർ നമ്മുടെ വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കൊടുത്തത് എത്രത്തോളം ഫീസിബിളാണ് എന്നുള്ളത് അവർ നോക്കും. ഉദാഹരണത്തിന് നമ്മളൊരു 3 KW ആണ് കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ 3 KWക്കുള്ള സ്ഥലം അവിടെ ഇല്ലെങ്കിൽ ആ രീതിയിൽ അവർ പറയും. ഒരു പക്ഷേ എന്തെങ്കിലും ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഷെയ്ഡ് ക്ലിയർ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടത് ഫ്ലാറ്റായിട്ടുള്ള സർഫസാണ്. ഇപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള സർഫസിന് പകരം നമ്മളത് സ്ലോപ്പായിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവർ തന്നെ പറയും അത് ഫ്ലാറ്റ് ആക്കണം, അവിടെ ചില ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ വേണ്ടി വരും. അത് വേണമെങ്കിൽ കമ്പനി തന്നെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവർ പറയുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിനൊരു അഡീഷണൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ അവിടെ വരും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം പിന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെടുത്ത് വരുന്നു, സർവേ നടത്തുന്നു. അത് ഫീസിബിൾ ആണെങ്കിൽ പിന്നെ അതിന് ശേഷം അതിൻ്റെ വർക്ക് പർട്ടിക്കുലർ കമ്പനി ആ വർക്ക് പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് നിങ്ങളവർക്ക് പണം നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ പണം നൽകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര രൂപയാണ് അവർക്ക് നൽകേണ്ടതെന്നുള്ളത്. കാരണം അതിൽ മൊത്തം പിന്നെ നമ്മളെ പ്ലാന്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കേണ്ടത് ഓരോന്നിൻ്റെയും വില അവിടെ എഴുതി കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 KW ആണെങ്കിൽ ഏതാണ്ട് 1.90 ഏതാണ്ട് 2 ലക്ഷത്തിന് താഴെയായിട്ടാണ് വരിക. അതിൽ സബ്സിഡി കഴിച്ച് 1.35 ഏതാണ്ട് 1.35 1.36 നമ്മൾ പണം അടയ്ക്കാനുണ്ടാവുക. അത് നമുക്ക് ആദ്യം തന്നെ അറിയാം, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മളെടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ആ പണം നൽകി കഴിഞ്ഞാൽ അവരുടെ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ചെയ്യേണ്ട അവരുടെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ അവരുടനെ തന്നെ ഞങ്ങളുടെ KSEBയുടെ സൗര പ്രോജക്റ്റ് ഉണ്ട് കോഴിക്കോട്, അവിടെ അവർ അറിയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ തൊട്ടടുത്ത് ഏതാണോ സെക്ഷൻ ഓഫീസ് അവരേക്ക് അവിടെ വിവരം തരികയും നമ്മൾ പോയിട്ട് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ടെസ്റ്റ് അവിടെ നടത്തും. ആ നടത്തിയതിന് ശേഷം ഇവർക്ക് പിന്നെ കണക്ഷൻ ലഭ്യമാക്കുകയാണ് ചെയ്യുക. ഈ പദ്ധതി പ്രകാരം നമുക്ക് ഈ പറഞ്ഞ അപ്പുറത്തേക്ക് സെക്ഷൻ ഓഫീസിൽ നമ്മൾ ഒരു രൂപ പോലും നമ്മൾ ചെലവഴിക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസോ അങ്ങനെയൊന്നും തന്നെ സെക്ഷൻ ഓഫീസിൽ നൽകേണ്ടതില്ല. മറിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ തന്നെ ഈ കമ്പനികൾ, ഏത് കമ്പനിയാണോ ചെയ്യുന്നത് അവർ തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർക്ക് നേരിട്ട് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ നെറ്റ് മീറ്റർ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ സപ്ലൈ ചെയ്യും. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡ് സപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് കണക്ഷൻ ലഭ്യമാക്കുന്നത്. ഇതാണ് പദ്ധതിയുടെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഈ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കരുതിയാൽ, ഇപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ തന്നെ ഒരു എനർജി മീറ്റർ ഉണ്ടാവും. അത് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഫേസ് എനർജി മീറ്ററുകൾ ഉണ്ടാവും. അപ്പോൾ ഈ എനർജി മീറ്ററുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാന്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ എനർജി മീറ്റർ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു നെറ്റ് മീറ്റർ വയ്ക്കും. ഈ നെറ്റ് മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ബൈ ഡയറക്ഷണൽ മീറ്റർ ആയിരിക്കും. ബൈ ഡയറക്ഷണൽ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ഡയറക്ഷനിലും, അതായത് ഇന്നും ഔട്ടും അതിൽ മെഷർ ചെയ്യും. അപ്പോൾ നമ്മളൊരു സോളാർ പ്ലാന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സോളാർ പ്ലാന്റ് ഇപ്പോൾ പകൽ സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഒരു 15 യൂണിറ്റ് നമുക്ക് ഉൽപ്പാദനമുണ്ട്. പക്ഷേ നമ്മളൊരു 5 യൂണിറ്റ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ബാലൻസ് വരുന്ന യൂണിറ്റ് നേരിട്ട് KSEBയുടെ ഗ്രിഡിലേക്ക് പോകും. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വലിയ മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു പക്ഷേ ഇതിൽ ജനറേഷൻ കുറവായിരിക്കും. രാത്രിയാണെങ്കിൽ ജനറേഷൻ ഉണ്ടാവില്ല. ആ സമയത്താണ് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗം കൂടുന്നതെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ നിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് പിന്നെ സപ്ലൈ തരും. അപ്പോൾ ഇങ്ങനെ ഈ ബൈ ഡയറക്ഷണൽ മീറ്ററിലെ ഇന്നും ഔട്ടും അതിൽ ഒരു ഭാഗത്തേക്ക് പോകുന്നതും മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതും തമ്മിലുള്ളതിന് അതിൻ്റെ ഡിഫറൻസാണ് യഥാർത്ഥത്തിൽ നമ്മൾ താരിഫായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ഉപയോഗത്തേക്കാൾ കൂടുതൽ നമുക്ക് ഉൽപ്പാദനം ഉണ്ടെങ്കിൽ
അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് പോവുകയും അതിന് കാലാകാലങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവ് ചെയ്യുന്ന നിരക്ക് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല മറ്റൊരു സൗകര്യമുള്ളത്, നമുക്കിപ്പം നമ്മുടെ ഈ ഉപഭോക്താവിൻ്റെ പേരിൽ തന്നെ നമുക്ക് അവിടെ തന്നെ മറ്റൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ബാലൻസ് നമുക്ക് ആ കണക്ഷനുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ പൊതുവേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ എന്താ പറയുക ആരോപണങ്ങളും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ വാട്സപ്പിലും ഒക്കെ തന്നെ ഓൺലൈൻ ഇതിലൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കുറേയേറെ കാര്യങ്ങൾ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഞങ്ങൾക്ക് കറണ്ട് തരുന്ന 9 രൂപയ്ക്കാണ്, തിരിച്ചെടുക്കുന്ന 1 രൂപ 1.5 രൂപയ്ക്കാണ് എന്നുള്ള രൂപത്തിലേക്കൊക്കെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ. പക്ഷേ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ കൊടുവള്ളി സെക്ഷനിൽ ഏതാണ്ട് 80-ന് മുകളിൽ ഇപ്പോൾ ഓൺ ഗ്രിഡ് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനുള്ള ആളുകളുടെയൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ 11,000 രൂപ വരെ അടച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ 110 രൂപ 200 രൂപയും മാത്രം കറണ്ട് ചാർജ് അടയ്ക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൗര പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം 15 യൂണിറ്റോളം അദ്ദേഹത്തിന് ഉൽപ്പാദനം വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത്ര അവിടെ വീട്ടിൽ എന്താ പറയുക ഉപയോഗം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത്, അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഈ ഗ്യാസ് അടുപ്പ് ഒഴിവാക്കി അതിന് പകരം അവർ ഇൻഡക്ഷൻ കുക്കർ വെച്ചു. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ വെച്ച സമയത്ത് ഏതാണ്ട് ഈ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻഡക്ഷൻ കുക്കർ ഉൾപ്പെടെ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ച സമയത്ത് ഒരു മാസം നമ്മൾ കണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുറ്റി ഗ്യാസ് ഉപയോഗിക്കുന്നൊരു വീടാണെങ്കിൽ ഏതാണ്ട് 1000 രൂപയോളം ആ രീതിയിലും സേവ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ചെയ്യാൻ കഴിഞ്ഞു അയാളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് പറയുകയുണ്ടായി. അപ്പം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാനത് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു ഉപയോഗം മാത്രം നോക്കിയല്ല. കാരണം ഭാവിയിൽ ഇപ്പോൾ ഈ വെഹിക്കിൾ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ ഈ വെഹിക്കിൾ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ വെഹിക്കിൾ വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ വെഹിക്കിൾ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനുള്ള വാഹനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന് ഇപ്പം വരുന്ന വൈദ്യുതി, അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവരൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഓട്ടോറിക്ഷ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതൊരു ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നേരം വെളുക്കുന്ന സമയത്ത് ഫുൾ ചാർജ് ആവുന്നൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ താരിഫ് അനുസരിച്ച് ഏറ്റവും നമ്മൾ 8 രൂപ 50 പൈസയാണ് ഒരു യൂണിറ്റിന് പറയുന്നത്. 8 രൂപ 50 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വേണമെന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഈ ചാർജിങ് നമ്മൾ വീട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് അത്രയും രൂപ നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം നടത്താം എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കപ്പാസിറ്റി സ്ഥാപിക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2022 ജൂലൈയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്ലാനുകൾക്ക് മാറ്റം വരാം. നിങ്ങൾ സംശയങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ സോളാറായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ സോളാർ എന്താണെന്നുള്ളത് നമ്മളിതുവരെ മനസ്സിലാക്കിയില്ല. ഈ ഒരു പുഷ്പൻ സാറാണ് ഈ ഒരു കാര്യം നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത്, കാരണം സൂര്യപ്രകാശം നമുക്ക് വേസ്റ്റായി പോവുകയാണ്, നമ്മളത് ഉപയോഗിച്ച് സോളാർ പ്ലാന്റുകൾ വീടുകളിലൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ഫസ്റ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം ഈ പാനലിനൊക്കെ 25 വർഷത്തോളം അല്ലെങ്കിൽ 30 വർഷത്തോളമൊക്കെ വാറണ്ടിയൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ KSEBക്ക് തന്നെ വൈദ്യുതി കൊടുക്കാം, നമ്മളെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കഴിയുന്ന ആളുകളൊക്കെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.